ജോലിക്കാർക്ക് ഈ വാർദ്ധക്യത്തിൽ കഴിയുന്നവർ വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ മരുന്ന് വിറ്റ് പോകണം. പിന്നെ ഇപ്പോൾ വാർദ്ധക്യത്തിലുള്ളവരല്ല കൂടുതൽ മരുന്ന് കഴിക്കുന്നത്, ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്കാണ് ഇപ്പോൾ അസുഖം കൂടുതൽ. മറ്റേത് പഴയ തടിയാണ്, ഈട്ടി, തേക്ക്, നല്ല നല്ല കാതലുള്ള തടിയാണ്. തമിഴിലുള്ള കാതലല്ല, നല്ല കാതലുള്ള തടിയാണ്. അപ്പോൾ ഇതൊന്ന് പഴയ നല്ല ഉരുപ്പടിയാണെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ പഴയ ഉരുപ്പടി ആയതുകൊണ്ട് ഈ ഇപ്പോൾ വയസ്സായിട്ടുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. നമ്മളെപ്പോലെയുള്ള എന്നെയും അജിയും പോലെയുള്ള ചെറുപ്പക്കാർക്കാണ് ഇപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. അല്ല, അജിയും കൂടെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എനിക്കാണെങ്കിൽ താടിയും മുടിയും ഒക്കെ നരച്ചിട്ടുണ്ട്. അജിക്ക് നരച്ചിട്ടുണ്ടെങ്കിലും അത് കറുപ്പിച്ച് നിർത്തുന്നത് കൊണ്ട് അജി ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എന്നെയും കൂടെ ചേർക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിചാരം. അല്ല, അജിക്ക് ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇനി ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലും പറഞ്ഞിരിക്കും. കാരണം എൻ്റെ നേരെ മുമ്പിൽ ഇരിക്കുന്നതാണ് ഈ എൻ്റെ ഈ തള്ളലും ഇതൊക്കെ ജനമധ്യത്തെ എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണല്ലോ. അല്ല, അത് എന്തിന് ഒരു എഡിറ്റിങ്ങും വേണ്ട. നമ്മൾ വ്യക്തിപരമായ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, വ്യക്തിഹത്യ നടത്തിയിട്ടുമില്ല. നമ്മൾ പൊതുവെ ജനറലായിട്ട് ഇങ്ങനെ പറയുന്നു. പൊതുവായിട്ട് പറയുമ്പോൾ ചിലർക്ക് കൊള്ളുന്നു എന്നുണ്ടെങ്കിൽ അതിന് വക്താവ് ഉത്തരവാദിയല്ല. ചില ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഈ പത്രത്തിലും മറ്റുമൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ള പരസ്യങ്ങൾ ഇതിൻ്റെ വാസ്തവികതയൊന്നും പരിശോധിക്കാതെയാണ് അവർ ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തോ നഷ്ടമോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിന് ആ വ്യക്തികളായിരിക്കും ഉത്തരവാദി, പത്രം ഉത്തരവാദിയല്ല എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, അതുകൊണ്ട് എന്നെ ഉത്തരവാദിയാക്കരുത്. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പ്രത്യക്ഷമേതന്യേഷാം യത്ര തേന്യേ ജഗദ്ഭ്രമാഃ നാസ്മാകം വിഷയേ തേഹി തഥാ സംസ്ഥാനശോഭിനഃ. എല്ലാവർക്കും ഈ പ്രപഞ്ചം പ്രത്യക്ഷമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ഏത് ബ്രഹ്മാണ്ടത്തിലുള്ളവർക്കും അവരവരുടെ ബ്രഹ്മാണ്ടം പ്രത്യക്ഷമായ ഒരു അനുഭവമാണ്. നമുക്ക് അവരുടെ ബ്രഹ്മാണ്ടത്തെ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ അവർക്ക് നമ്മുടെ ലോകത്തെയോ നമ്മുടെ പ്രപഞ്ചത്തെയോ അറിയാൻ കഴിഞ്ഞു എന്നും വരില്ല. പക്ഷേ കുഴപ്പമില്ല, അവരവരുടെ നിലയിൽ അവരവർ പ്രപഞ്ചത്തെ സത്യം എന്ന് കരുതിയാണ് ജീവിക്കുന്നത്. ഹേ പണ്ഡിതാഃ തേന ഉത്സർഗേണ തു സർവേഷാം ബ്രഹ്മാണ്ഡാനാം മധ്യേ സർവദ്വീപ സമുദ്രാണാം ഉത്തരേ മേരുർ ലോകാലോകസ്തു ദക്ഷിണേ ഇതി അശേഷഭൂതൗഘേ യേഷാം ജിജ്ഞാസ തേഷാം അനുമാ പ്രവർത്തതാം ഇത്യർത്ഥഃ. ഇത് 4-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതുകൊണ്ട് അല്ലയോ പണ്ഡിതന്മാരെ, ഭൂമിയിൽ കഴിയുന്നവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സകല ഭൂലോകവാസികളുടെയും വടക്ക് ദിക്കിലാണ് മഹാമേരു, ദക്ഷിണ ദിക്കിലാണ് ഈ ലോകാലോക പർവ്വതം. അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. സർവേഷാമുത്തരേ മേരുർലോകാലോകശ്ച ദക്ഷിണേ സപ്തദ്വീപനിവാസാനാം നാന്യേഷാമിതി നിശ്ചയഃ. എല്ലാവരുടെയും ഉത്തരദിക്കിലാണ് മഹാമേരു സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ദക്ഷിണ ദിക്കിലാണ് ലോകാലോകം എന്ന പേരോടുകൂടിയ പർവ്വതവും സ്ഥിതി ചെയ്യുന്നത്. 7 ദ്വീപുകളിൽ വസിക്കുന്നവർക്കും ഇങ്ങനെയാണ് അനുഭവം. 7 ദ്വീപുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജംബു, പ്ലക്ഷം, കുശം, ക്രൗഞ്ചം, ശാകം, ശാൽമലി, പുഷ്കരം. ഇങ്ങനെ സപ്തദ്വീപങ്ങൾ, ദ്വീപങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്വീപുകൾ എന്നർത്ഥം. 7 വൻകരകൾ അല്ലെങ്കിൽ 7 ദ്വീപുകളിൽ താമസിക്കുന്ന എല്ലാവർക്കും ഈ മഹാമേരു അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്ക് ദിക്കിലേക്കും ലോകാലോക പർവ്വതം തെക്ക് ദിക്കിലുമാണ്. മറ്റൊരു ബ്രഹ്മാണ്ടത്തിൽ കഴിയുന്നവരെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ഇതാണ് അവസ്ഥ, ഇങ്ങനെയാണ് ശാസ്ത്രങ്ങളും ജ്ഞാനികളും തീരുമാനിച്ചിട്ടുള്ളത്. അന്യേഷാം ബ്രഹ്മാണ്ടാത് ബഹിർഗതാന,
നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് പുറത്ത് മറ്റ് ബ്രഹ്മാണ്ടങ്ങളിൽ കഴിയുന്നവരെക്കുറിച്ച് ഈ നിയമം ബാധകമല്ല. അവരുടെ അനുഭവം എന്താണെന്ന് നമുക്കറിയില്ല. വസിഷ്ഠനെ പോലെയുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞാലും അവർ അതിന് ശ്രമിക്കാറില്ല. കാരണം അവരുടെ കാര്യം എന്ത് അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇവിടെ ഉള്ളത് തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഉള്ള പ്രശ്നങ്ങളും സകല നൂലാമാലകളും ഈ ലോകത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ മറ്റു ലോകങ്ങളിൽ എന്താണ്, അവിടെ ഏതൊക്കെ ജീവികളാണുള്ളത്, അവരുടെ വ്യവഹാരം എങ്ങനെയാണ്, അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പ്രകൃതം ശൃണു ഹേ രാമ തദ്ബ്രഹ്മാണ്ഡ കവാടകം യത് പ്രമാണം തതോ വാരി ബാഹ്യേ ദശഗുണം സ്ഥിതം. ഇനി വിഷയത്തിലേക്ക് വരാം രാമ. ബ്രഹ്മാണ്ടത്തിൻ്റെ കവാടം, കവാടം എന്ന് പറഞ്ഞാൽ വാതിൽ, അതായത് ബ്രഹ്മാണ്ടത്തിൻ്റെ അതിർത്തി. ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഒരു ഗോളാകൃതിയിലുള്ള ഒന്നാണ്. അതിന് മുകൾ ഭാഗവും താഴെയുള്ള ഭാഗമുണ്ട്. ഇത് ഒന്നിൻ്റെ പുറത്ത് വേറൊന്ന്, ഒരു അർദ്ധഗോളത്തിൻ്റെ പുറത്ത് വേറൊരു അർദ്ധഗോളം കയറ്റി വെച്ചതുപോലെയാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഘടന. അപ്പോൾ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ കവാടം എന്ന് പറഞ്ഞാൽ, കവാടത്തിലൂടെയാണ് നമ്മൾ ബ്രഹ്മാണ്ടത്തിനകത്ത് പ്രവേശിക്കുന്നതും അതുപോലെ ബ്രഹ്മാണ്ടത്തിന് പുറത്തു പോകുന്നതും. വീടിന് ഒരു വാതിൽ എങ്ങനെയാണോ, വാതിലിലൂടെയാണ് നമ്മൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ പുറത്തേക്ക് പോകുന്നതും വാതിലിലൂടെയാണ്. അതുപോലെ ഈ ബ്രഹ്മാണ്ടത്തിനൊരു വാതിലുണ്ട്. ആ വാതിലിന് അതിനെയാണ് ബ്രഹ്മാണ്ട കവാടകം എന്ന് പറയുന്നത്. പ്രകൃതം ശൃണു ഹേ രാമ തദ് ബ്രഹ്മാണ്ട കവാടകം യത് പ്രമാണം. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടോ, ഒരു കോടി യോജന വിസ്തീർണം എന്നൊക്കെയാണ് നേരത്തെ അതിനെ വിവരിച്ചത്. അപ്പോൾ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ വ്യാപ്തിയുടെ 10 ഇരട്ടി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പുറത്ത് ജലമയമായ ഒരാവരണം ഉണ്ടെന്നാണ്. ഈ ബ്രഹ്മാണ്ടത്തെ ചുറ്റി, ഭൂമിയെ ചുറ്റിയല്ല, നമ്മുടെ ബ്രഹ്മാണ്ടം, നമ്മൾ ഇത് പറയത്തില്ല, എന്താ പറയുന്നത്, ക്ഷീരപഥം എന്നൊക്കെ പറയാറില്ലേ, മിൽക്കി വേ. അതായത് നമുക്ക് എത്രത്തോളം അറിയാൻ പറ്റുമോ അതാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് എത്ര വ്യാപ്തിയുണ്ടോ ആ ബ്രഹ്മാണ്ടത്തിനെ ചുറ്റി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ വ്യാപ്തിയുടെ 10 ഇരട്ടി വ്യാപ്തിയുള്ള ജലമയമായ ഒരാവരണമുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, ആ ജലം എന്തുകൊണ്ട് താഴേക്ക് പോകുന്നില്ല, അത് വീണു പോകുന്നില്ല? ഒന്നിനെ ചുറ്റി വേറൊരു ജലമയമായ ആവരണം തുടങ്ങി, എന്താണ് ഈ ജലമയമായ ആവരണത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. നമുക്കത് ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അത് പറഞ്ഞു പോകാം. യത് പ്രമാണം തതോവാരി ബാഹ്യേ ദശഗുണം സ്ഥിതം. ഈ ഖരരൂപമായ ഖരപദാർത്ഥങ്ങൾ നിറഞ്ഞ ബ്രഹ്മാണ്ടത്തിൻ്റെ വ്യാപ്തിയുടെ 10 ഇരട്ടി വ്യാപ്തിയുള്ള ജലമയമായ ഒരാവരണം ബ്രഹ്മാണ്ടത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മാണ്ടസ്യ കവാടകം പ്രാഗുപ്ത ഖർപ്പരദ്വയം. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ കവാടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 അർദ്ധഗോളങ്ങൾ ഇങ്ങനെ ഒന്നിൻ്റെ പുറത്തൊന്ന് കയറ്റി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് കവാടം എന്ന് പറയുന്നത്. ആ 2 ചട്ടി പോലെ, ഒരു ചട്ടിയുടെ മുകളിൽ മറ്റൊരു ചട്ടി കമിഴ്ത്തി വെച്ചതുപോലെ, അതിനെയാണ് ബ്രഹ്മാണ്ട ഖർപ്പരം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ടത്തിന് എത്ര വ്യാപ്തിയുണ്ടോ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രാഗുപ്ത ശതകോടി യോജന പ്രമാണം, 100 കോടി യോജന എന്നാണ് അതിൻ്റെ വ്യാപ്തി. ഒരു യോജന എന്നുള്ളത് 8 മൈൽ എന്നാണ് കണക്ക്. അപ്പോൾ 100 കോടി യോജന എന്ന് പറഞ്ഞാൽ 800 കോടി മൈൽ, കിലോമീറ്റർ അല്ല, 800 കോടി മൈൽ വ്യാപ്തിയുള്ളതാണ് ഈ ബ്രഹ്മാണ്ട ഖർപ്പരം. അതിൻ്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 8000 കോടി മൈൽ വ്യാപ്തിയുള്ള ഒരാവരണം ഈ ബ്രഹ്മാണ്ടത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്നു. തീർന്നില്ല. ഭൂമിയെ ചുറ്റി ജലം. ഇനിയും 3 ഭൂതങ്ങൾ ബാക്കിയുണ്ട്: അഗ്നി, വായു, ആകാശം. നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്തോറും
ആദ്യം പറഞ്ഞതിൻ്റെ 10 ഇരട്ടി വ്യാപ്തി പിന്നീട് പറഞ്ഞതിനുണ്ടാവും. ഭൂമിയുടെ വ്യാപ്തിയുടെ 10 ഇരട്ടി ഭൂമിയെ ചുറ്റിയിരിക്കുന്ന ജലമയമായ ആവരണത്തിനുണ്ട്. ആ ജലമയമായ ആവരണത്തിൻ്റെ 10 ഇരട്ടി വ്യാപ്തി ഉള്ള അഗ്നി ആ ജലത്തെ ചുറ്റിയുണ്ട്. ആ അഗ്നിയുടെ വ്യാപ്തിയുടെ 10 ഇരട്ടി വ്യാപ്തിയുള്ള വായു അതിനെ ചുറ്റി, അതിന് പുറത്തുണ്ട്. ഇതെല്ലാറ്റിൻ്റെയും പുറത്ത് വായുവിൻ്റെ വ്യാപ്തിയുടെ 10 ഇരട്ടി വ്യാപ്തിയുള്ള ആകാശം എന്ന ഭൂതവും ഉണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്നർത്ഥം. അപ്പോൾ ഇതെന്താണെന്നൊന്ന് ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കണ്ട. ഇത് പ്രപഞ്ചത്തിൻ്റെ ഘടനയെ വർണ്ണിക്കുന്ന ഒരിതാണ്. ഇത് കാൽപ്പനികമല്ല എന്ന് ആദ്യമേ തന്നെ വസിഷ്ഠ മഹർഷി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനെ അവിശ്വസിക്കാൻ മുതിരരുത്. മനസ്സിലാവുന്നില്ല എന്നുള്ള സത്യം അംഗീകരിക്കാം. മനസ്സിലാവുന്നില്ല, ഇതൊന്നും നമുക്ക് ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യങ്ങളല്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല, ഇതിനെയൊക്കെ നിഷേധിച്ചാലും വസിഷ്ഠ മഹർഷിക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്തിലുള്ള എത്രയോ ആൾക്കാർ വസിഷ്ഠ മഹർഷിയെ ഇതിനകം പലതവണ തെറി പറഞ്ഞിട്ടുണ്ട്. മഹർഷിമാരെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, ആൾക്കാർ അധിക്ഷേപിച്ചിട്ടുണ്ട്, പരസ്യമായി വസ്ത്രാക്ഷേപം നടത്തിയിട്ടില്ല, അവരെ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട്. ഈ വസ്ത്രാക്ഷേപം നടത്തിയാലേ അവർക്കൊന്നുമില്ല, കാരണം അവർക്ക് ശരീരം തന്നെ ഇല്ല. ശരീരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ വസ്ത്രാക്ഷേപം എന്നുള്ള വാക്കിന് അർത്ഥവുമില്ല. അതുകൊണ്ട് ജ്ഞാനികളെ നിന്ദിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരു നഷ്ടവും വരാനില്ല. നമ്മെ സംബന്ധിച്ച് അതൊരു വൻ നഷ്ടവുമായിരിക്കും. അതുകൊണ്ട് സൂര്യനെ നോക്കി പട്ടി കുരയ്ക്കുന്നത് പോലെയുള്ളൂ. സൂര്യനെ നോക്കി ഭൂമിയിലിരിക്കുന്ന ഒരു ചാവാലി പട്ടി കുരച്ച എന്തിരിക്കും? എങ്ങനെയിരിക്കും? സൂര്യനുണ്ടോ വല്ല ഛേദവും? അതുപോലെയൊക്കെ ഉള്ളൂ. നമ്മളെന്തോ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവരുടെ യശസ്സോ മഹിമയോ ഒക്കെ കുറഞ്ഞു പോകുമെന്നുള്ളതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഒരു ചുക്കും വരാനില്ല. അവർക്ക് ഒന്നും കിട്ടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തെ തൃണസമാനമായി കരുതി പരിത്യജിച്ചവരാണ്. ഭാവി തലമുറ ഞങ്ങളുടെ വാക്കുകളെ എങ്ങനെ സ്വീകരിക്കും? അവരതിനെയൊക്കെ വളച്ചൊടിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളെ അധിക്ഷേപിക്കുമോ, നിന്ദിക്കുമോ, വേദാന്ത ശാസ്ത്രത്തെ പുച്ഛിച്ച് തള്ളുമോ വരും തലമുറ? അതൊന്നും അവർ ചിന്തിക്കാറില്ല. അവർ ജീവിച്ചിരിക്കുമ്പോഴേ ഒരു തലമുറയില്ല അവർക്ക്. പിന്നെയാണ് കഴിഞ്ഞ തലമുറ, വരും തലമുറ. ഇതിനെയൊന്നും കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ നേരമില്ല. അവർ ആത്മനിഷ്ഠയിൽ കഴിഞ്ഞിരുന്നവരാണ്. ഇപ്പോൾ നമുക്ക് ആ കവാടത്തിൻ്റെ വിവരണം വേഗത്തിൽ വായിച്ചു പോകാം. തദ്ബ്രഹ്മാണ്ഡ കവാടം തു തൃണം തൃണമണിർയഥാ ധത്തേ വാരി സ്വഭാവേന നിത്യം കൽപ്പകരത്നവതേ. ഈ ബ്രഹ്മാണ്ഡ കവാടം അതിനെ ചുറ്റി ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ 10 ഇരട്ടി വ്യാപ്തിയുള്ള ജലമയമായ ആവരണമുണ്ട് എന്ന് പറഞ്ഞു. ഈ ജലമയമായ ആവരണം എന്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ബ്രഹ്മാണ്ഡം ഉണ്ടല്ലോ, ആ ബ്രഹ്മാണ്ഡം ആ ജലമയമായ ആവരണത്തെ താഴോട്ട് പതിച്ചു പോകാത്ത രീതിയിൽ ആകർഷിച്ച് നിർത്തിയിരിക്കുന്നു. ഈ ആകർഷണം എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നു, ചന്ദ്രൻ ഭൂമിയെ ആകർഷിക്കുന്നു, സൂര്യൻ ചന്ദ്രനെയും ഭൂമിയെയും ആകർഷിക്കുന്നു, ചന്ദ്രനും ഭൂമിയും സൂര്യനെ ആകർഷിക്കുന്നു, സ്ത്രീ പുരുഷനെ ആകർഷിക്കുന്നു, പുരുഷൻ സ്ത്രീയെ ആകർഷിക്കുന്നു. എവിടെ നോക്കിയാലും ആകർഷണം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ഈ ലോകം ഇങ്ങനെ നടന്നു പോകാൻ ആകർഷണം കൂടിയേ തീരൂ. എല്ലാം പരസ്പരം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നിനും രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അതാണ് ഇതിനോട് അകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ഞാനിരിക്കുന്ന ദിശയിലേക്ക് വലിക്കുമ്പോൾ അതേ ശക്തിയോടുകൂടി മറ്റൊരാൾ നിങ്ങളെ എതിർ ദിശയിലേക്ക് വലിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല, നിന്നിടത്ത് തന്നെ നിൽക്കും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. തുല്യബലങ്ങൾ പല ഭാഗത്തു നിന്നും ഒരേ വസ്തുവിൽ പ്രവർത്തിക്കുമ്പോൾ ആ വസ്തു ചലിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാണ്ഡത്തിലുള്ള എല്ലാം പരസ്പരം ആകർഷിച്ചു കൊണ്ടിരുന്നാലും ഒന്നും അകന്നു പോവുകയോ
പരസ്പരം അടുക്കുകയോ ചെയ്യാതിരിക്കുന്നത്? പല നൂലുകൾ കെട്ടി പല 4 ദിശകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു, 4 അല്ല സകല ദിശകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, സൂര്യൻ അവിടെ നിൽക്കും, ചന്ദ്രൻ, ഭൂമി ഇതൊക്കെ ഭ്രമണം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നിശ്ചിതമായ പരിധി വിട്ട് അവയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കാരണം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആകർഷണമുണ്ട്. ഒരാൾക്ക് സന്യാസം സ്വീകരിക്കണം എന്ന് അദമ്യമായ ആഗ്രഹം ഉണ്ടെങ്കിലും ഭാര്യയും കുട്ടികളും ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയാണോ അയാൾക്ക് സന്യസിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്, അതുപോലെ എന്തൊക്കെ നൂലാമാലകളാണ് പല സ്ഥലത്തു നിന്നും. ഭാര്യ പറയും, ഇതിനാണോ നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടുവന്നത്? എന്നാൽ പിന്നെ ആദ്യം പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ മറ്റേ അയലത്തെ വീട്ടിലെ ഗോപാലപിള്ളയെ കെട്ടുമായിരുന്നല്ലോ എന്ന് പറയും. എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നോ അദ്ദേഹത്തിന്, ജീവനേക്കാൾ എന്നെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. പിന്നെ നിങ്ങൾക്കൊരു നല്ല സർക്കാർ ഉദ്യോഗം ഉണ്ടല്ലോ എന്നുള്ള ഒരു പരിഗണന കൊണ്ട് മാത്രമാണ് നിങ്ങളെ കെട്ടിയത്. എന്നിട്ടിപ്പോൾ എന്തായി? ഞങ്ങളെ വിട്ടിട്ട് പോകാനോ? കേസ് കൊടുക്കും. നീ ഏത് ഋഷികേശത്തിലോ ഹരിദ്വാറിലോ അല്ലെങ്കിൽ അങ്ങ് മുകളിൽ കേദാർനാഥ് അവിടെ ചെന്നാലും നീ രക്ഷപ്പെടില്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്ന പോലെ കേട്ടോണ്ട് ഇവിടെ ഇരുന്നാൽ കൊള്ളാന്ന്. ഇങ്ങനെ നമുക്ക് ഒരിടത്തു നിന്നും ഒരിടത്തേക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, നിന്നിടത്ത് നിൽക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ് മനുഷ്യർ. ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യരുടെ കാര്യം മാത്രമല്ല, ഗ്രഹങ്ങൾക്കൊന്നിനും സ്വതന്ത്രമായി അവരുടെ ഭ്രമണപഥം വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും പിടിവലിയുണ്ട്. ഒന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ മറ്റേത് അങ്ങോട്ട് വലിക്കുകയാണ്. അപ്പോൾ ആർക്കും ഒരിടത്തും രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ജലമയമായ ആവരണം താഴെ വീണു പോകാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തൃണമണിർയഥ, ഈ പുല്ലിനെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു രത്നമുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണോ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത്, അതുപോലെ ഈ പുല്ലിൻ്റെ കഷണങ്ങളെ ഇങ്ങനെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു മണി അല്ലെങ്കിൽ രത്നം ഉണ്ടെന്നാണ്. അത് തൃണമണി എന്നാണ് പറയുന്നത്. ആ തൃണമണി ശകലങ്ങളെ എങ്ങനെയാണോ ആകർഷിക്കുന്നത്, അതുപോലെ ധത്തേ വാരിസ്വഭാവേന നിത്യം കൽപ്പകരത്നവത്, ഈ ജലമയമായ ആവരണത്തെ ഖരമയമായ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൽ നമ്മുടെ ലോകത്തിൽ ധാരാളം ഖരപദാർത്ഥങ്ങളുണ്ടല്ലോ. ഈ ഖരപദാർത്ഥങ്ങൾ അതെല്ലാം ഈ ജലമയമായ ആവരണത്തെ തന്നിലേക്ക് ആകർഷിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആ ആവരണം താഴേക്ക് പതിച്ചു പോകുന്നില്ല. അതെ, 10 ഇരട്ടി വ്യാപ്തി ഉള്ളതിനെയാണ് ആകർഷിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വെള്ളത്തിന് സാന്ദ്രത കുറവായതുകൊണ്ട് ഖരരൂപമായ വസ്തുക്കളുടെ ആകർഷണ വലയത്തിൽ അത് നിൽക്കുന്നു എന്നേ കരുതാൻ പറ്റൂ. ധത്തേ വാരിസ്വഭാവേന നിത്യം കൽപ്പകരത്നവത്. ഇത് ഏതുപോലെയാണ് ഇതിനെ പിടിച്ചു വച്ചിരിക്കുന്നത്? ജലമയമായ ആവരണത്തെ തന്നിലേക്ക് ഇങ്ങനെ ആകർഷിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കൽപ്പകവൃക്ഷം അല്ലെങ്കിൽ കൽപ്പവൃക്ഷം, ഒരാളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു മരം, ദേവലോകത്തുള്ള ഒരു മരം എന്നാണ് സങ്കല്പം. അതിൻ്റെ ചുവട്ടിൽ ചെന്ന് എന്താഗ്രഹിച്ചാലും ആ വൃക്ഷം അത് സാധിപ്പിച്ചു തരും. വസ്തുക്കളാണെങ്കിൽ വസ്തുക്കൾ, അങ്ങനെ ഒരു ശക്തിയുള്ളതാണ്. ഇപ്പോൾ സാന്ദർഭികമായി ഒരു തമാശ പറയട്ടെ, കുറേ ദിവസമായില്ലേ, പണ്ടൊരു വിറകുകെട്ടുകാരൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോടാലി വിറക് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അത് തെറിച്ച് അടുത്തുള്ള ഒരു ആറ്റിൽ വീണു. അപ്പോൾ ഇയാൾ വളരെ ദുഃഖിതനായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ദേവത ഒരു സ്വർണ്ണക്കോടാലി എടുത്തുകൊണ്ട് വരും. ഇതാണോ നിൻ്റെ കോടാലി? അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിക്കോടാലി ഇങ്ങനെ ഉയർത്തി കാണിക്കും. ഇതാണോ നിൻ്റെ കോടാലി? അല്ല.
അവസാനം ഇരുമ്പ് കോടാലി എടുത്ത് കാണിച്ചപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ വളരെ സന്തോഷിച്ച് 3 കോടാലികളും ആ വിറക് വെട്ടുകാരന് കൊടുത്തു. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മോഡേൺ വെർഷനാണ്. ഒരാളുടെ ഭാര്യ വെള്ളത്തിൽ വീണു. ഏതാണ്ട് ഊഹിച്ച് കാണും കഥ എന്താണെന്ന്. ഭാര്യ വെള്ളത്തിൽ വീണു മുങ്ങി താണുപോയി. ഇയാൾ കരയാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ ഒരു ദേവത വന്ന് ഐശ്വര്യ റായിയെ പൊക്കി കാണിച്ചു. ഇതാണോ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞു. അടുത്തത് സുഷ്മിതാ സെന്നിനെ പൊക്കി കാണിച്ചു. ഇതാണോ നിന്റെ ഭാര്യ? അല്ല, അങ്ങനെയല്ല, തെറ്റിപ്പോയി. ആദ്യം ഐശ്വര്യ റായിയെ പൊക്കി കാണിച്ചു. ഇതാണോ നിന്റെ ഭാര്യ എന്ന് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവത പറഞ്ഞു, പണ്ടത്തെ മനുഷ്യർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, സത്യസന്ധന്മാരായിരുന്നു. പണ്ട് ആ വിറക് വെട്ടുകാരൻ ആദ്യം സ്വർണ്ണക്കോടാലി അതല്ല എന്ന് പറഞ്ഞ് പിന്നെ വെള്ളിക്കോടാലി കാണിച്ചു. അവസാനം അയാളുടെ സ്വന്തം ഇരുമ്പ് കോടാലി കാണിച്ചപ്പോഴാണ് അതാണ് തൻ്റേതെന്ന് അയാൾ പറഞ്ഞത്. നീ ആദ്യമേ തന്നെ ഐശ്വര്യ റായിയെ പൊക്കി കാണിച്ചപ്പോൾ ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു. നിനക്ക് അല്പം പോലും നാണമില്ലേ മനുഷ്യ, ലജ്ജയില്ലേ? അപ്പോൾ അതിന് ആ വിറക് വെട്ടുകാരൻ പറഞ്ഞ കാരണം ഇതാണ്. ഈ ആദ്യം ഐശ്വര്യ റായി എടുത്ത് കാണിക്കുമ്പം ഇതല്ല എൻ്റെ ഭാര്യ എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അടുത്തത് സുഷ്മിതാ സെന്നിനെ പൊക്കി കാണിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ലോകസുന്ദരിയെ പൊക്കി കാണിക്കും. അവസാനം എൻ്റെ ഭാര്യയെ കാണിക്കുമ്പോൾ ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നേരത്തെ എന്താണ് ചെയ്തത്? എല്ലാം നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ തന്നെ വെച്ച് ഉറപ്പിക്കാൻ ഞാൻ പെടുന്ന പാട്. അതിന് പകരം ഈ 3 എണ്ണത്തിനെ എൻ്റെ തലയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തോ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ആദ്യം കാണിച്ചപ്പോൾ ഇത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരെണ്ണത്തിനെ മാനേജ് ചെയ്താൽ മതിയല്ലോ. സ്ത്രീകൾക്കൊക്കെ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം വരും. നമ്മൾ ലയബിലിറ്റി ഒരു ബാധ്യത എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ ഈ കഥ. അപ്പോൾ ധത്തേ വാരി സ്വഭാവേന നിത്യം കൽപ്പകരത്നവത്. ഈ കൽപ്പവൃക്ഷം ഒരു അർത്ഥി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളെയും തൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നൽകാൻ ആ കൽപ്പവൃക്ഷത്തിന് കഴിയുന്നത്. അതുപോലെ അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്, എല്ലാറ്റിനെയും തൻ്റെ ഉള്ളിൽ അത് സംഭരിച്ച് വച്ചിരിക്കുന്നു കൽപ്പവൃക്ഷം. അതുപോലെ ഈ ജലമയമായ ആവരണത്തെ തന്നിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കാതെ ഈ ബ്രഹ്മാണ്ട ഗർഭരം ആ ആവരണത്തെ ആകർഷിച്ച് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അത് താഴേക്ക് പോരാത്തത്. നനു തസ്യക്ക ആധാരസ്തത്രാഹ. ജലമയമായ ആവരണത്തിന് ആധാരം എന്താണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ശ്ലോകം വസിഷ്ഠ മഹർഷി അവതരിപ്പിക്കുന്നത്. തദ് ബ്രഹ്മാണ്ട കവാടമേവ പാർത്ഥിവഭാഗതയാ ആകർഷണശക്തിയാ തദ്വാരിധത്തെ. ബ്രഹ്മാണ്ട കവാടത്തിൽ പൃഥിവി, ഭൂമി, ഖരം, ആ ഖരപദാർത്ഥത്തിനാണ് പ്രാധാന്യം കൂടുതൽ. ആ പാർത്ഥിവ ഭാഗം കൊണ്ട് ആകർഷിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ ജലമയമായ ആവരണത്തെ. യഥാ തൃണമണി തൃണ ചുംബകമണി വിശേഷ തൃണമാകർഷണ ശക്തി രൂപസ്വഭാവേന ധത്തെ. തൃണമണി എന്ന് പറഞ്ഞാൽ പുല്ലിനെ ആകർഷിക്കാൻ കഴിവുള്ള ഏതോ ഒരു രത്നം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പുല്ലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പുല്ലിനെ കാന്ത ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അത് ആകർഷിച്ചെടുക്കും. അതുപോലെ ഈ ജലമയമായ ആവരണം ബ്രഹ്മാണ്ട കവാടത്താൽ ആകർഷിക്കപ്പെട്ട് താഴേക്ക് പോരാതെ സ്ഥിതി ചെയ്യുന്നു. യഥാവ കൽപ്പവൃക്ഷോ അർത്ഥിവാഞ്ചിതാനി രത്നാനി ധത്തേ തദ്വദിത്യർത്ഥ. അർത്ഥികൾ ചോദിക്കുന്ന വസ്തുക്കളെയെല്ലാം കൽപ്പവൃക്ഷം എങ്ങനെയാണോ തൻ്റെ ഉള്ളിൽ നേരത്തെ തന്നെ സംഭരിച്ച് വെച്ചിരിക്കുന്നത്, അതുപോലെ അദൃശ്യമായ ഒരു ആകർഷണ ശക്തിയാണ് ഈ ജലമയമായ ആവരണം താഴേക്ക് പതിക്കാതിരിക്കാൻ കാരണം. സർവേഷാമേവ ഭാവാനാം സ്ഥിതഃ കൽപ്പകരത്നവതേ സർവദാ പാർത്ഥിവോ ഭാഗസ്തേനാത്രൈതേ പതന്ത്യലം. കൽപ്പവൃക്ഷത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന രത്നങ്ങൾ, പലരും രത്നവും സ്വർണവും ഒക്കെയാണല്ലോ കൽപ്പവൃക്ഷത്തോട് ചോദിക്കുന്നത്. അതിനെയെല്ലാം ആ കൽപ്പവൃക്ഷം നേരത്തെ തന്നെ തൻ്റെ ഉള്ളിൽ
സൂക്ഷ്മരൂപത്തിൽ എങ്ങനെ സംഭരിച്ചു വച്ചിരിക്കുന്നുവോ അതുപോലെ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള പാർത്ഥിവ ഭാഗം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അംശം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളവ, ഭാരമുള്ളവ, പൃഥ്വിയുടെ അംശം, ആ ഭാഗം ഈ ജലമയമായ ആവരണത്തെ ആകർഷിച്ച് അത് അകന്നു പോകാതെ തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. തർഹി മേഘനിർമുക്ത ജലകരകാദയഃ സമുദ്രനദ്യാദിഷു ന പതേയുഃ ജലേ ആകർഷണശക്ത്യഭാവാത് കിന്തു ദൂരാദപി തീരഭൂമിമേവ ഉപസൃത്യ തത്ര പതേയുഃ തത്രാഹ സർവേഷാമിതി. ഇപ്പം ഇങ്ങനെ ഒരു ലോജിക്ക് പറയുമ്പോൾ ചിലർക്ക് ഒരു സംശയം തോന്നാം. എന്താണെന്ന് ചോദിച്ചാൽ, മേഘനിർമുക്ത ജലകരകാദയ, മേഘത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ആലിപ്പഴങ്ങൾ. ആലിപ്പഴം എന്ന് പറയുന്നത് ഒരു പഴമല്ല, ആകാശത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന ഐസ് കട്ടികളെയാണ് ആലിപ്പഴങ്ങൾ എന്ന് പറയുന്നത്. പേരിൽ മാത്രമേ ഉള്ളൂ പഴം, അല്ലാതെ അത് പഴമൊന്നുമല്ല. അപ്പം ഈ ആലിപ്പഴങ്ങൾ മേഘത്തിൽ നിന്നാണ് പതിക്കുന്നത്. സമുദ്രം, നദി തുടങ്ങിയവയിൽ സാധാരണ അത് പതിക്കാറില്ല. കരപ്രദേശത്താണ് ഈ ആലിപ്പഴ വൃഷ്ടി സംഭവിക്കുന്നത്. കടലിൽ മഴ പെയ്യും, പക്ഷേ ആലിപ്പഴങ്ങൾ സാധാരണ കടലിൽ പതിക്കാറില്ല എന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ജലത്തിന് ഖരപദാർത്ഥത്തെ പോലെയുള്ള ആകർഷണ ശക്തിയില്ല. സമുദ്രത്തിലെ വെള്ളം ദ്രാവകമായതുകൊണ്ട് ഈ ആലിപ്പഴങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച് പതിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ആലിപ്പഴങ്ങൾ കരപ്രദേശത്തിൽ മാത്രം പതിക്കുന്നത്. ഭൂമിക്കാണ് ആകർഷണ ശക്തി കൂടുതൽ. അത് ആ ഭൂമി, ജലം, വായു, അഗ്നി, വായു, ആകാശം ഇങ്ങനെ സൂക്ഷ്മമായ തലത്തിലേക്ക് പോകും തോറും ആകർഷണ ശക്തി കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ ജലത്തിന് ഭൂമിയുടെ അത്ര ആകർഷണ ശക്തിയില്ല, അഗ്നിക്ക് ജലത്തിൻ്റെ അത്രയും ആകർഷണ ശക്തിയില്ല, വായുവിന് അഗ്നിയുടെ അത്രയും ആകർഷണ ശക്തിയില്ല, ആകാശത്തിന് വായുവിൻ്റെ അത്ര ആകർഷണ ശക്തിയും ഇല്ല. ആകാശത്തിന് ആകർഷണ ശക്തിയേ ഇല്ല. എല്ലാറ്റിനും ഇടമരുളുന്നതാണ് ആകാശത്തിൻ്റെ ധർമ്മം. അപ്പോൾ മേഘത്തിൽ നിന്ന് പതിക്കുന്ന കരക എന്ന് പറഞ്ഞാൽ ആലിപ്പഴം, അത് സമുദ്രം, നദി തുടങ്ങിയവയിൽ സാധാരണഗതിയിൽ പതിക്കാറില്ല. കാരണം വെള്ളത്തിന് ആകർഷണ ശക്തിയില്ല. അതുകൊണ്ട് എന്താ, ദൂരാദപി തീരഭൂമിമേവ ഉപസൃത്യ, വളരെ കടലിൽ നിന്നും വളരെ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ആ കരയിലാണ് സാധാരണ തീരപ്രദേശങ്ങളിൽ ആണ്, അതായത് കരഭാഗത്താണ് ആലിപ്പഴം സാധാരണ പതിക്കുന്നത്. ഏതേ വൃഷ്ടിജലാദയ, മഴയായാലും ആലിപ്പഴമായാലും ഇവ കൂടുതലും പതിക്കുന്നത് കരയിലാണ്. സമുദ്രത്തിൽ മഴ പെയ്യാറുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും വലുതായിട്ട് പെയ്യാറില്ല. സമുദ്രത്തിൽ മഴ പെയ്യാറില്ല. കാരണം കരയ്ക്കാണ് ഈ വെള്ളത്തെ ആകർഷിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതൽ. അതുകൊണ്ടാണ് കരയിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. ജലാദശഗുണം ബാഹ്യേ സ്ഥിതം തേജോ നിരിന്ധനം ആകാശവിശദം ശാന്തസ്തബ്ധജ്വാലോദരോപമം. ഈ ജലത്തിൻ്റെ 10 ഇരട്ടി വ്യാപ്തിയിൽ ഈ ജലമയമായ ആവരണത്തിന് ചുറ്റും അഗ്നിമയമായ മറ്റൊരാവരണമുണ്ട്. ആ അഗ്നി എന്തുകൊണ്ട് തുടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു? അഗ്നി കത്തണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനം സപ്ലൈ ചെയ്തില്ലെങ്കിൽ അഗ്നി അണഞ്ഞു പോകും. ഇപ്പോൾ ആരെങ്കിലും വിറകോ പെട്രോളോ മണ്ണെണ്ണയോ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ ഈ ജലമയമായ ആവരണത്തെ ചുറ്റിയുള്ള അഗ്നി തുടർന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ അഗ്നി ജ്വലിക്കാൻ ഇന്ധനം ആവശ്യമില്ല എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ആ അഗ്നിക്ക് ഇന്ധനത്തിൻ്റെ സഹായമില്ല, ഇല്ലാതെ തന്നെ ആ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അഖണ്ഡമായ പരമാത്മ തത്വത്തിലെ ഒരു ഭ്രമമാണത്. പഞ്ചഭൂതങ്ങളും ഭ്രമമാണ്. അപ്പോൾ ജലമയമായ ഒരു ആവരണം, അതിനെ ചുറ്റി അഗ്നിമയമായ ഒരു ആവരണം എന്ന് പറയുമ്പോൾ ആ അഗ്നി എന്തുകൊണ്ട് കെട്ടുപോകുന്നില്ല, അണഞ്ഞു പോകുന്നില്ല എന്ന് ചോദിച്ചാൽ
അത് ഇന്ധനമില്ലാതെ തന്നെ ജ്വലിക്കാൻ കഴിവുള്ള ഒരു അഗ്നിയാണ്. ആകാശവിശദം ശാന്തസ്തബ്ധജ്വാലോദരോപമം. പ്രാഗുക്ത ബ്രഹ്മാണ്ട ആവരണ ജലാത് ബാഹ്യേ. നേരത്തെ പറഞ്ഞ ബ്രഹ്മാണ്ട ആവരണത്തെ ചുറ്റിയുള്ള ജലമയമായ ആവരണത്തിനും പുറത്താണ് ഈ അഗ്നിമയമായ ആവരണം. അതിൻ്റെ അന്തർഭാഗം ശാന്തമാണ്, അവിടെ ജ്വാലയില്ല. ഈ അഗ്നിമയമായ ആവരണത്തിൻ്റെ ആവരണത്തിൻ്റെയും പുറമേ മാത്രമേ അഗ്നിയുള്ളൂ. ആ ആവരണത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവിടെ അഗ്നിയില്ല എന്നാണ്. അതായത് അതിർത്തിയിൽ മാത്രമേ അഗ്നിയുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഒരു അഗ്നിമയമായ ആവരണമുണ്ട്. ആകാശവിശദം ശാന്തസ്തബ്ധ ജ്വാലോദരോപമം. ജ്വാലകളൊന്നുമില്ലാത്ത ശാന്തമായ അന്തർഭാഗത്തോട് കൂടിയതാണ് ഈ അഗ്നിമയമായ ആവരണം. തസ്മാത് ദശഗുണോ ബാഹ്യേ സംസ്ഥിതോ വായുരായതഃ വായോർദശഗുണം ബാഹ്യേ വ്യോമതിഷ്ഠതി നിർമ്മലം. ഈ അഗ്നിയെ ചുറ്റി വായുമയമായ മറ്റൊരാവരണമുണ്ട്. അതിന് ഈ അഗ്നിമയമായ ആവരണത്തിൻ്റെ 10 ഇരട്ടി വ്യാപ്തിയുണ്ട്. ആ വായു ആവരണത്തെ ചുറ്റി അതിൻ്റെ 10 മടങ്ങ് വിസ്താരമുള്ള ആകാശം എന്ന മറ്റൊരാവരണവുമുണ്ട്. അത് നിർമ്മലമായ ആകാശമാണ്. അവിടെ ഒന്നുമില്ല, സ്പേസാണ്. അവിടെ നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ മറ്റാകാശഗോളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ആകാശമാണ്. അതാണ് വായുമയമായ ആവരണത്തെയും ചുറ്റി സ്ഥിതി ചെയ്യുന്നത്. തതഃ പരതരം ശാന്തം ബ്രഹ്മാകാശമനന്തകം ന പ്രകാശം ന ച തമോ മഹാചിദ്ഘനമവ്യയം. ആട്ടെ, ഈ ആകാശമയമായ ആവരണം വരെ വസിഷ്ഠ മഹർഷി പറഞ്ഞു. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത്, അതിനും അപ്പുറത്ത് എന്താണ്, എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ശൂന്യാകാശമാണോ? ആകാശത്തിൻ്റെ ഒരാവരണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന അഖണ്ഡ ബോധം മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഈ വർണ്ണന? ഈ 10 ഇരട്ടി എന്ന് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അതിന് ഒരൊറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ. പ്രപഞ്ചം എത്ര ദൂരത്ത് വ്യാപിച്ചിരിക്കുന്നുവോ, എന്തുമാത്രം സ്ഥലത്തിലാണോ പ്രപഞ്ചം വ്യാപിച്ചിരിക്കുന്നത്, അതിനേക്കാൾ എത്രയോ ഇരട്ടി വ്യാപ്തിയുള്ളതാണ് ഈ ചിദാകാശം, ബോധാകാശം. ആ ബ്രഹ്മാകാശത്തിൻ്റെ ഒരു മൂലയ്ക്കാണ് പ്രപഞ്ചം കാണപ്പെടുന്നതെന്ന്. അത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്. അനന്തമായ ബോധതത്വത്തിൻ്റെ ഒരു മൂലയ്ക്ക് മാത്രമാണ് പ്രപഞ്ചമാകുന്ന മിഥ്യ കാണപ്പെടുന്നത്. അതിനെ ഇങ്ങനെ 10 ഇരട്ടി എന്ന് ഇങ്ങനെ പറഞ്ഞു പോയാലല്ലേ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അതിനു വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ഈ വർണ്ണനയ്ക്ക് അതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും ഇല്ല. തതഃ പരതരം ശാന്തം. ഈ ആകാശമയമായ ആവരണത്തിൻ്റെയും അപ്പുറത്ത് അനന്തമായ ബ്രഹ്മാകാശം സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മം തന്നെയാണ് ചിത്ത്, ആകാശം തന്നെയാണ് അമ്പരം. അപ്പോൾ ബ്രഹ്മ അമ്പരം തന്നെയാണ് ചിദംബരം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമല്ല. അതിനൊരു പേര് കൊടുത്തു, ചിദംബരം. ചിദംബരം എന്ന് പറഞ്ഞൊരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. ഒരു തമിഴ് സിനിമ വന്നിട്ടില്ലേ? മലയാളമാണല്ലേ? ഞാൻ തമിഴാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചിദംബരം എന്ന് പറയുന്നത് എങ്ങും വ്യാപിച്ചു കിടക്കുന്ന, പ്രപഞ്ചത്തെക്കാളും വ്യാപ്തിയുള്ള അനന്തമായ ഒരു ആകാശമാണ്. അല്ലെങ്കിൽ ആകാശം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്തയാണ്. അവിടെ എന്തുണ്ട്? പ്രകാശമോ ഇരുട്ടോ? അവിടെ പ്രകാശവുമില്ല, ഇരുട്ടുമില്ല. എല്ലാ ദ്വൈതത്തെയും കടന്നു വർത്തിക്കുന്ന കേവല ബോധമാണത്. പ്രകാശം, ഇരുട്ട് ഇതൊക്കെ ദ്വൈതത്തിൻ്റെ തലത്തിലാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ തലമാണ്. ഇന്ദ്രിയ തലത്തിനപ്പുറത്തുള്ള ഒന്നിനെ പ്രകാശമാണോ ഇരുട്ടാണോ എന്നെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് അവിടെ പ്രകാശവുമില്ല, തമസ്സുമില്ല. പിന്നെ എന്താണ് അവിടെ എന്ന് ചോദിച്ചാൽ മഹാചിദ്ഘനം അവ്യയം, സാന്ദ്രമായ ബോധം.
നിശ്ചല ബോധം, ഒരഴിവുമില്ലാതെ എന്നും അനാദികാലമായി അതുപോലെ അനന്തമായി അത് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മൂലയ്ക്കാണ് ഉദിച്ചസ്തമിക്കുന്ന ഈ പ്രപഞ്ചം. അതിൻ്റെ ഒരു മൂലയ്ക്കാണ് നമ്മുടെ ഏഷ്യ. അതിൻ്റെ ഒരു കോണിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതം. അതിൻ്റെ ഒരു മൂലയ്ക്കാണ് കോണം പോലെ കിടക്കുന്ന നമ്മുടെ കേരള സംസ്ഥാനം. അതിൻ്റെ ഒരു മൂലയ്ക്കാണ് നമ്മുടെ അനന്തപുരി എന്ന് പറയുന്ന പട്ടണം. അതിൻ്റെ ഒരു മൂലയ്ക്ക് കരമന എന്ന് പറയുന്ന പൊട്ടുപോലെയുള്ള സ്ഥലത്ത് ജയേന്ദ്രഭവനം എന്ന പേരോടുകൂടിയ ഒരു വീട്ടിനകത്തിരുന്നു കൊണ്ടാണ് നമ്മൾ പരമാത്മാവിനെക്കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നിന്ന് അത് അവസാനം ഇങ്ങനെ സൂം ചെയ്ത് വരും. അതൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ കരമന ശിവൻകോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ നിന്ന് സാറ്റലൈറ്റ് അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ക്ലോസ് താഴോട്ട് വന്ന് കേരളം, പിന്നെ അതിൽ തിരുവനന്തപുരം, അതിൻ്റെ ഒരു മൂലയ്ക്ക് കരമന, എന്നിട്ട് കറക്റ്റ് ആ പ്രത്യേക സ്പോട്ട് അത് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ആ അനന്തമായ ബോധാകാശത്തിൻ്റെ ഒരു ചെറിയ കോണിൽ ആ ബോധത്തിൻ്റെ വ്യാപ്തിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം ഒന്നുമല്ല. അതുകൊണ്ടാണ് അതിനെ അനന്തമെന്ന് പറയുന്നത്. നമ്മൾ പ്രപഞ്ചമാണ് അനന്തമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ അനന്തമെന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രപഞ്ചമെന്ന് പറയുന്നത് പരമാത്മാവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ 0.5% പോലും ഇല്ല. അതിൻ്റെ ഒരു പൊടിയോ പോലും ഇല്ല, അത്ര പോലും ഇല്ല. അങ്ങനെ അത്രയും വ്യാപ്തിയുള്ളതാണ് ഈ ആത്മതത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം. മഹാകാശം അവിദ്യാശബള ബ്രഹ്മാകാശം അല്ല, ബ്രഹ്മാകാശം അവിദ്യാശബള ബ്രഹ്മാകാശം. ഇപ്പോൾ ഈ അത്യന്തം വ്യാപ്തിയുള്ള ഒരു ബ്രഹ്മാകാശമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് മായയോട് കൂടി പ്രകാശിക്കുന്ന ആകാശമാണ്. അതിൻ്റെ അപ്പുറത്താണ് യഥാർത്ഥ ബ്രഹ്മം. മായയോട് കൂടി അല്ലെങ്കിൽ മായയുടെ സഹായത്തോടു കൂടി ഈ ആകാശത്തെ അറിയാൻ പറ്റും. അതിനും അപ്പുറത്താണ് വാസ്തവത്തിൽ ഈ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മായ കൊണ്ട് ശബളമായതെന്ന് പറഞ്ഞാൽ മായയുടെ സഹായത്തോടു കൂടി പ്രകാശിക്കുന്നത്. അതായത് അവിടെയും ചെറിയ ഒരു ദ്വൈതം ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. ചിദ്ഘനം പ്രജ്ഞാനഘനം സുഷുപ്തികൽപ്പം. ചിദ്ഘനം എന്ന് പറഞ്ഞാൽ സാന്ദ്രമായ ബോധം, പ്രജ്ഞാനം, ഇടതൂർന്ന അറിവ്. സുഷുപ്തി കൽപ്പം, ഗാഠനിദ്രയ്ക്ക് സമാനമായത്. അതാണ് ഇവിടെ ബ്രഹ്മാകാശം മഹാചിദ്ഘനം അവ്യയം എന്ന് പറഞ്ഞത്. അനാദിമധ്യപര്യന്തേ തസ്മിൻ ബ്രഹ്മമഹാംബരേ മഹാചിന്നാംനി സർവാത്മന്യയോനി മഹാചിന്നാംനി സർവാത്മന്യയോ നിർവാണരൂപിണി. ഈ അനാദി മധ്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ ആദിമധ്യ അന്തങ്ങളില്ലാത്ത ആ ചിദംബരത്തിൽ, അതിനെ തന്നെയാണ് മഹാചിത്ത് എന്ന് പറയുന്നത്. പക്ഷേ അത് മായയോടുകൂടി ചേർന്ന് പ്രകാശിക്കുന്ന ആകാശമാണ്. ആ ആകാശത്തിൽ വ്യാപിച്ച് സാന്ദ്രമായ അതിസൂക്ഷ്മമായ നിശ്ചലമായ മറ്റൊന്ന് നിറഞ്ഞിരിക്കുന്നു. അതിനെയാണ് ബ്രഹ്മം, ബോധം എന്നൊക്കെ വേദാന്തം വിശേഷിപ്പിക്കുന്നത്. സർവാത്മന്യ അയോനിർവാണ രൂപിണി. അയോഘനവത്, അയസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം. അയസ്. അയോഘനം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോലെ കട്ടിപിടിച്ച, ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ സാന്ദ്രമാണ്, ഘനീഭവിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്ഥലമൊന്നുമില്ല, നടുക്ക് ഓട്ടയോ ഒന്നുമില്ല. കട്ടി പിടിച്ച ഒരു ഇരുമ്പ് കട്ടി, ഇരുമ്പ് കട്ട എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഇരുമ്പ് കട്ട പോലെ അഛിദ്രമായിരിക്കുന്ന, ഇടയ്ക്ക് സ്ഥലമില്ലാത്ത, ഒഴിഞ്ഞ സ്ഥലമില്ല, അത്ര കണ്ട് സാന്ദ്രമാണ്, നിബിഡമാണ് എന്നർത്ഥം. അതുപോലെ നിർവാണ രൂപിണി, മോക്ഷം സ്വരൂപമായിട്ടുള്ള ഒരു തത്വം നിലനിൽക്കുന്നു.
അതിനെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ബോധം എന്നൊക്കെ ശാസ്ത്രങ്ങൾ വർണ്ണിക്കുന്നത്. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നിർത്താം. ബ്രഹ്മാണ്ഡാനാം താദൃശാനാം ദൂരേ ദൂരേ പുനഃ പുനഃ മിഥോ ലക്ഷാണി ലക്ഷാണി കചന്ത്യുപരമന്തി ച. ഈ അനന്തമായ സത്തയിൽ പരസ്പരം അറിയപ്പെടാതെ ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഊതിച്ചസ്തമിക്കുന്നു. പരസ്പരം അറിയപ്പെടാതെ അടുത്ത ബ്രഹ്മാണ്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്തൊക്കെയുണ്ട്, ഇതൊന്നും നമ്മളറിയുന്നില്ല. നമ്മെക്കുറിച്ച് അവരും അറിയുന്നില്ല. എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് വസിഷ്ഠ മഹർഷി വർണ്ണിച്ചപ്പോൾ ഒരേ മരത്തിൻ്റെ 2 ശാഖകളിലുള്ള കായ്കൾ അല്ലെങ്കിൽ കനികൾ എങ്ങനെയാണോ പരസ്പരം അറിയാതെ ഉണ്ടായി നശിക്കുന്നത്, അതുപോലെ അനന്തമായ ബോധവൃക്ഷത്തിൽ പരസ്പരം അറിയപ്പെടാത്ത കിളകളിൽ പലതരം പഴങ്ങളെപ്പോലെ ലോകങ്ങൾ ഉണ്ടായി മറയുന്നു. ഇവിടെ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്താണുള്ളത്? എല്ലാം അറിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും അറിയാനില്ല, പ്രപഞ്ചത്തിൻ്റെ രഹസ്യം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല, ഒരു ചുക്കും മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നുമില്ല. മനുഷ്യന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഒന്നും അറിയില്ല അവന്. ഈ കോവിഡ് രോഗം ഉണ്ടാക്കുന്ന കൊറോണ ഇത് എവിടെ നിന്നാണ് ഉണ്ടായത്? ചൈനയിലെ വുഹാൻ അവിടുന്ന് അവന്മാർ പടച്ചു വിട്ടതാണെന്നൊക്കെയാണ് പറയുന്നത്. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പോൾ കുറേ കാലമായിട്ട് കൊറോണയെക്കുറിച്ച് ഇതൊന്നുമില്ല. ഇപ്പോൾ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നാണ് പേപ്പറിൽ കിടന്നത്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ കേരളം, മഹാരാഷ്ട്ര, ഡൽഹി. ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ചത്. ഇവിടെയാണ് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ ഇത്രയും കാലം നീ എവിടെ ഇരുന്നടാ? നീ ഇത്രയും കാലം എവിടെയായിരുന്നു? എവിടെയോ പോയി ഒളിച്ചതാണ്. ഇവൻ ഒരിടത്തും പോയി ഒളിച്ചതല്ല, ഇവൻ ഒരിടത്തുനിന്നും വരുന്നതല്ല, ഇവൻ മായയുടെ അംശമാണ്. ഓരോ രോഗവും ഓരോ ബ്രഹ്മാണ്ടവും ഒരു കാരണവുമില്ലാതെ ആത്മാവിൽ പൊന്തി മറയുന്ന ഭ്രമദൃശ്യങ്ങളാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർന്നു കിട്ടും. നിങ്ങൾ ആത്മജ്ഞാനമൊന്നും നേടണ്ട. നിഷ്കൃഷ്ടമായി നിഷ്പക്ഷമായി ഈ ലോകത്തെ വിലയിരുത്തൂ. ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കൂ, എന്താണ് ഈ ലോകം, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്. അതിനെ അല്പം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ നിരർത്ഥകത നമുക്ക് പിടികിട്ടും. നിരർത്ഥകത മനസ്സിലാക്കിയാൽ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ബുദ്ധി ഉദിക്കും. ആ ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരും. ഇത് മസിൽ പിടിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണ്. അൻവർ ഇലക്ഷനിൽ മത്സരിക്കുവോ ഇല്ലയോ? അവൻ മത്സരിച്ചാലെന്ത്, ഇല്ലെങ്കിലെന്ത്? ഇതൊക്കെയാണ് നമുക്ക് റേഷൻ കടയിൽ അരി കിട്ടുന്നുണ്ടോ, പച്ചക്കറി കിട്ടുന്നുണ്ടോ, വിഷമടിക്കാത്ത, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ പോരെ. നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാണ്? പക്ഷേ ജനങ്ങൾക്ക് അടുത്ത് നിൽക്കുന്നതിനേക്കാളും ദൂരെയുള്ളതിനെ അറിയുന്നതിലാണ് കമ്പം. എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമായി സൃഷ്ടിച്ചു ബ്രഹ്മദേവൻ. തന്നെ അറിയാൻ ത്രാണിയില്ല. മറ്റ് ഗ്രഹങ്ങളിൽ, മറ്റൊരു സൗരയൂഥത്തിൽ അല്ലെങ്കിൽ ക്ഷീരപഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇവൻ ഇവിടെ ഇരുന്ന് ടെലസ്കോപ്പിലൂടെ നോക്കി അതിനെയൊക്കെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനെ എങ്ങനെ നമുക്ക് ബുദ്ധിമാൻ എന്ന് വിളിക്കാൻ പറ്റും ഈ ആധുനിക ശാസ്ത്രത്തിന്? താനാരാണെന്ന് പിടികിട്ടുന്നില്ല. താനാരാണെന്ന് തനിക്ക് മനസ്സിലായില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക ഞാൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്, ഞാൻ ആരാണെന്നല്ല. അങ്ങനെ കണ്ടല്ലേ എന്ന് കുതിരവട്ടം പപ്പു പറഞ്ഞതുപോലെ, അങ്ങനെ തേന്മോഹൻ കൊമ്പത്താ അല്ലേ, അതല്ലേ എന്ന് പറഞ്ഞതുപോലെ അവനവനെക്കുറിച്ച് അറിയാനുള്ള ശക്തിയോ ശേഷിയോ ഒന്നുമില്ല. ഇവനാണ് ലോകത്തെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ?
ഇത്രയും പഠിച്ചിട്ട് വലിയ ശാസ്ത്രജ്ഞനായിട്ട് വലിയ പദവിയിലിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തെങ്ങിനും വാഴയ്ക്കൊക്കെ തടമെടുക്കുന്നത് പോലെ നമ്മൾ ഭൂമിയിൽ കുഴിക്കും, അവൻ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഓരോ ഉപകരണങ്ങളിലൂടെ പ്രപഞ്ചത്തെ നോക്കും. അവിടെ അതുണ്ടാകുന്നു, അവിടെ ഒരു പൊട്ടിത്തെറി നടന്നു, പിന്നെ അവിടെ നിന്ന് എന്തോ ഒരു സാധനം, ഒരു വലിയ കൂറ്റൻ കല്ല് പോലെ ഒരു സാധനം ഇങ്ങോട്ട് ഒരു കഷണം തെറിച്ച് വരികയാണ്. അത് ചിലപ്പോൾ ഭൂമിയെ തകർത്തേക്കാം. എന്നിട്ട് അവസാനം ഉടനെ ഇവിടുന്ന് യാഗവും യജ്ഞവും പൂജയെല്ലാം ആയി. അത് ഒഴിഞ്ഞു പോകണം, ആ വാദം ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് അത് ഇതൊക്കെ നടത്തി. എന്നിട്ട് അതിനെ ഭാഗ്യം, അത് ഭൂമിയുടെ അടുത്തുകൂടെ അങ്ങോട്ട് കടന്നുപോയി. എവിടുന്ന് വന്നു എന്നുള്ളത് അറിയത്തില്ല, എങ്ങോട്ടാണ് പോയതെന്നുള്ളത് അറിയത്തില്ല. നമ്മൾ സേഫാണല്ലോ, സ്വന്തം കാര്യം സിന്ദാബാദ്, നമുക്കൊരു കുഴപ്പമില്ല. വേറെ ഏത് ഗ്രഹത്തെ അത് തകർത്ത് കളഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ഭൂമിക്ക് ഒരു കേടുപാട് സംഭവിക്കരുത്. ഇതാണ് മനുഷ്യരുടെ ആഗ്രഹം, തനി സ്വാർത്ഥത. അപ്പോൾ ഈ ആത്മതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചത്തെ കുറേയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കണം. അത് നമുക്ക് ഈ ആത്മാവ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം തരും. 14 ശ്ലോകങ്ങളായി നമുക്ക് നിർത്താം. ഞായറാഴ്ചയാണ് തുടങ്ങിയത്, സാരമില്ല, ഞായറാഴ്ച നല്ല ദിവസമാണ്. ഇനി നമുക്ക് അടുത്ത ശനിയാഴ്ച കാണാം.